ദൈവത്തിന്റെ സമാധാനം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, മുന്തിരിത്തണ്ടിന് മറ്റു വൃക്ഷങ്ങളെക്കാൾ എന്ത് മേന്മ? അതിന്റെ ശാഖകൾക്ക് വനത്തിലെ വൃക്ഷങ്ങളുടെ ശാഖകളെക്കാൾ എന്ത് ശ്രേഷ്ഠത? എന്തെങ്കിലും നിർമ്മിക്കാൻ അതിന്റെ തടി ഉപയോഗിക്കാറുണ്ടോ? പാത്രം തൂക്കിയിടാനുള്ള കൊളുത്ത് തീയിലിടുമ്പോൾ അതിന്റെ രണ്ടറ്റവും കത്തി മധ്യഭാഗം കരിഞ്ഞാൽ അത് എന്തിനെങ്കിലും പ്രയോജനപ്പെടുമോ? മുഴുവനോട് ഇരുന്നപ്പോൾ അത് ഒന്നിനും ഉപകരിച്ചില്ല. അത് കത്തി കരിഞ്ഞ ശേഷവും വല്ലതിനും ഉപകരിക്കുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വനവൃക്ഷങ്ങൾക്കിടയിൽ വളരുന്ന മുന്തിരിയുടെ തണ്ടിനെ തീയിലിടുന്നത് പോലെ ജെറൂസലേം നിവാസികളെ ഞാൻ കൈവെടിയും. ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കും. അവർ തീയിൽ നിന്ന് ഓടി അകന്നാലും തീ അവരെ ദഹിപ്പിക്കും. ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. അവർ അവിശ്വസ്തരായി പെരുമാറിയത് കൊണ്ട് ഞാൻ ഈ ദേശത്തെ വിജനമാക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എസെക്കിയേൽ പ്രവാചകന്റെ ദർശനങ്ങളും ഉപമകളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വിഷമമുണ്ട്. മുന്തിരിത്തണ്ട് അതിന്റെ ഫലങ്ങളെല്ലാം കഴിഞ്ഞ് വെട്ടി മാറ്റി കഴിയുമ്പോൾ ആ തണ്ട് പിന്നെ ഒന്നിനും ഉപകരിക്കുകയില്ല. വിറകായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുകയില്ല. കത്തിക്കരിഞ്ഞ് ഒരു ഉപയോഗശൂന്യമാകുന്നു. നല്ല മുന്തിരിയായ ഇസ്രായേൽ ജനത പാപത്തിന്റെയും മ്ലേച്ഛതയുടെയും ബിംബാരാധനകളുടെയും കടന്നുപോയപ്പോൾ ദൈവമേ, അവരെ വചനത്തിലൂടെ ദർശനങ്ങളിലൂടെ പ്രവാചിച്ചെടുത്തു. ആ രക്ഷപ്പെട്ട ജനത്തിന്റെ മുമ്പിലാണ് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത്. ദൈവമേ, അങ്ങയുടെ വചനങ്ങളും ദർശനങ്ങളും സന്ദേശങ്ങളും ധാരാളമായി വചനത്തിലുണ്ട്. അവ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അത് ഉപയോഗിക്കുവാനുള്ള വലിയ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് വചനം കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് അറിയാതെ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ആത്മാവിൽ നിറയാൻ ഇടയാകട്ടെ. സ്നേഹത്തോടെ, സണ്ണി പുൽപ്പറമ്പിൽ.